ആത്മഹത്യ ചെയ്യാനിരിക്കുക. എവിടെ? ഇവിടെ ഇവിടോ? ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്താ നമ്മുടെ ഹോട്ടലിൽ പ്രശ്നമാണ്, നമുക്ക് മൊത്തം നാണക്കേടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യണോ? എനിക്ക് നടക്കണവൻ. അതല്ല, അപ്പം ഭക്ഷണം കഴിച്ചു, തരാൻ പൈസ ഇല്ല കയ്യില്. പൈസ ഇല്ലാത്തവനാക്കി ഇവിടെ കയറ്റി ഭക്ഷണം കൊടുക്കണ ആരുമില്ല. ഞാൻ കൊടുത്തല്ലോ, അവൻ വന്ന് കഴിച്ചിട്ട് പൈസ ഇല്ലെന്ന് പറയല്ലേ. എന്ത് ഇപ്പൊ പുള്ളി പറയുന്നത്? ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ആണോ? പക്ഷെ അവന് പൈസ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പൈസ ഇല്ല, ആത്മഹത്യ എന്ന് പറഞ്ഞ സാമ്പത്തിക പ്രശ്നം. സാമ്പത്തിക പ്രശ്നം ചിലപ്പോ എന്താണെന്നറിയാമോടാ, അവൻ എന്തെങ്കിലും ജോലി ചെയ്യാണ്ട് ചിലപ്പം കിട്ടണ്ടേ അത്. അതാ ജോലിയല്ല, അവൻ രാവിലെ ഒന്ന് പായം എണ്ണീച്ച് കിട്ടണ്ടേ, അതായിരിക്കും അവൻ ജോലിക്ക് പോകാത്തെ. അതായിരിക്കും. അതായത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ പുള്ളി ഉടനെ. ഹലോ സുഹൃത്തേ, ഈ സൈക്കിളെ ചൊക്കാരെ പുള്ളിക്കടുത്ത് ഒന്ന് എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ യഥാർത്ഥത്തിൽ? ഇത് മേളിൽ ഇവ കെട്ടാൻ സമ്മതിക്കത്തില്ല. അതാണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം? അത് സാമ്പത്തിക പ്രശ്നം, എനിക്ക് പറ്റുന്നില്ല. പൈസ ഇല്ല, ജോലിയില്ല. ഞാൻ ഒരു കാര്യം, ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ, ജോലി ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഞാൻ വേണ്ട, അന്നേരം പിന്നെ നിങ്ങളുടെ കീഴിലായി പോയി. ഞാൻ എന്തോ കഷ്ടം പറ്റത്തില്ല എനിക്ക്. എന്നാ പിന്നെ ഞാൻ എന്തോ ചെയ്തു തരണം. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെ ഇത് മേളിൽ ഒരു അറ്റം കെട്ടി. അല്ലല്ല, അങ്ങനെ ചെയ്യരുത്. അതിപ്പോ ഞാൻ ഇവിടെ ആൾക്കാരൊക്കെ വരുന്ന വേറെ പ്രശ്നം ഉണ്ടാവും. ആത്മഹത്യ ചെയ്താൽ ഒന്നാമത്തെ കാര്യം, ആത്മാവ് മുകളിലേക്ക് പോകില്ല. അതെ, പിന്നെ എവിടെ പോകും? നടുക്ക് നിൽക്കും. അപ്പൊ പിന്നെ എനിക്ക് അവിടുന്ന് ബാക്കി പിടിച്ചു കയറ്റിയാ പോലെ. ഇതാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ഈ ആത്മഹത്യ നമുക്കൊന്നും പരിഹാരമല്ല. അല്ല, ഒറ്റ ചെറിയൊരു മോട്ടിവേഷൻ. അതായത് ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് വളരെയധികം കഷ്ടപ്പെട്ട. ഞാൻ ആരുമല്ലായിരുന്നു, വളരെ നിസ്സാരപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ. അവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ ജോലികൾ ചെയ്താൽ ഞാൻ ഇതെല്ലാം സംബന്ധിച്ച്. അതുകൊണ്ട് ജോലി ചെയ്യാൻ മനസ്സുണ്ടോ? ജോലി ചെയ്യാൻ മനസ്സ്, പക്ഷെ ഇവിടെ ഞാൻ ചെയ്യത്തില്ല. ഇവിടെ ചെയ്യത്തില്ല. എന്താണെന്നറിയാമോ, ചിലർക്ക് അങ്ങനെ. കാരണം സ്വയം തൊഴിൽ ചെയ്യണം, ഒരാളെ കീഴിൽ പണിയെടുക്കുന്ന ഇഷ്ടമല്ല, സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യണം. ഒരു കാര്യം ചോദിച്ചു, ചെറുപ്പക്കാരൻ്റെ ജീവിത പ്രശ്നമല്ലേ, നമുക്ക് വേണ്ട പരിഹാരമുണ്ട്. നമുക്ക് ഇന്ന് എത്ര ഉണ്ട് കളക്ഷൻ? എത്ര ഉണ്ട് നോക്കട്ടെ. രാവിലെ ഇപ്പൊ എത്ര കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ ചെയ്യും. ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ചെയ്യുന്നു. ഞാൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ ചെയ്യാതെ വിടത്തില്ല. ആണോ? ദൈവമേ, എന്തെങ്കിലും എത്ര ഉണ്ട്? നമുക്കിപ്പോ എത്ര കിട്ടും? 1 2 3 ഉണ്ട്. മൂന്നുണ്ടോ? കൊച്ചേ, ആ കയറങ്ങ് പറ്റിക്കേ. അതവിടെ വെച്ചോ. ഈ 3 ലക്ഷം രൂപ കൊണ്ട് പിടിക്കുക. എന്നിട്ട് അന്തസ്സായിട്ട് എവിടെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുക. നിങ്ങളെ പ്രശ്നം ഒഴിവായി കിട്ടും. മനസ്സിലായോ? അപ്പോഴും അത് ഊരത്തില്ല ഇനി കരുത്തേന്ന്. ഒരു മിനിറ്റ്, ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് ഇനി അതിന്റെ അടയ്ക്കോ? ഇല്ല, പൈസ കൊടുക്കട്ടെ, ഞാനിപ്പോ വരാം. വേണ്ട, ഞാനിത് പിടിക്കുവേ. അല്ലല്ല, അങ്ങനെ ചിലപ്പോഴേ നമ്മളെ കൺവെട്ടിച്ച് പോയി കളഞ്ഞാൽ. സാർ തന്നല്ലോ, പൈസ തന്നല്ലോ, പിന്നെന്തിനാ? അല്ല, ഞാൻ വരാം, ഇപ്പൊ വരാം. ഇപ്പൊ മൂത്രം ഒഴിച്ചോട്ടെ. ഇവന്റെ ബുദ്ധിയല്ല എന്റെ. ചിലപ്പോ പൈസ കൊടുത്താൽ ഇവൻ തീരുമാനിച്ചിറങ്ങിയാണ് ചെയ്യും. അതിനിപ്പോ ഇത് തുമ്പത്തൊണ്ട കുഴപ്പമില്ല. എത്ര കാലമായിട്ട് ഞാനൊരിത്തിരി പൈസ ചോദിക്കുന്നു. ആരെങ്കിലും ഒന്നിങ്ങനെ കരഞ്ഞു കാണിച്ചാൽ പൈസ എടുത്ത് കൊടുക്കാൻ? എടാ, ഞാൻ കഷ്ടപ്പെട്ട് വന്നവനാ. അപ്പൊ കണ്ണീര് കണ്ടാൽ എനിക്ക് വിഷമോ? നിന്റെ അമ്മയ്ക്ക് വീട്ടിലൂണ്ടാ ഞാൻ പൈസ തന്നില്ല. നീ എന്നാ ഓർക്കുന്നു? അതുകൊണ്ട് മാമന് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മറ്റേ ഇങ്ങനെ കൈയാട്ടുന്ന പ്രതിമ വയ്ക്കുന്ന പോലെ ഇവിടെ നിൽക്കാൻ പുള്ളിക്ക് പറ്റാത്തോണ്ട് പോയതാ, വെയിൽ കൊള്ളാൻ പറ്റും. അപ്പൊ ഞാൻ എല്ലാവർക്കും സഹായിക്കുന്നവനെ. ഇതെന്താ അറിയാം, ഞാൻ ഇവന്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാത്തെന്ന് വെച്ചാ, ഇതുപോലെ ഒരുത്തന്റെ വിഷമക്കഥ കേട്ട അവസാനം അത് ഞാൻ സിനിമയാക്കേണ്ടി വന്നു. ഞാൻ എന്നിട്ട് എത്ര കോടി രൂപ എന്റെ പോയെന്നറിയാം. അതുകൊണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഥ കേൾക്കാത്ത. മനസ്സിലായോ? കാണുന്നില്ലല്ലോ മലയാളി.